എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് പാൽക്കൊള്ളിയും നാടൻ ചിക്കൻ കറിയാണ്. അതിനായിട്ട് പാൽക്കൊള്ളി ആദ്യം തയ്യാറാക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച കൊള്ളിയാണ്. അത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. കൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൊള്ളി വേവിക്കാൻ വയ്ക്കാം. കൊള്ളി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം ഇതിലെ കൂട്ടുകളൊക്കെ ചേർത്ത് നമുക്ക് പാൽക്കൊള്ളി തയ്യാറാക്കാം. കൊള്ളി തുറന്ന് നോക്കാം. കറക്റ്റ് അളവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. പാൽക്കൊള്ളി തയ്യാറാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ചിട്ട് വേണം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും. വെളിച്ചെണ്ണയിലത്തെ പതൊക്കെ വെറ്റിയിട്ടുണ്ട്. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. സബോള ചെറുതായി അരിഞ്ഞ സബോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സബോള വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പിരിയൻ മുളക്, ചെറുതായി അരിഞ്ഞ പിരിയൻ മുളകാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കരുത്. പിരിയൻ മുളക് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ വേണം തീ കുറച്ച് ചെയ്യാനായിട്ട്. ഈ രീതിയിലായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വേവിച്ച് ചേർക്കണ കൊള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കൊള്ളി 2 വിസിലടിച്ചപ്പോൾ കിട്ടിയേക്കണത്. ഇതേപോലെ തന്നെ വേണം കൊള്ളി വെന്ത് കിട്ടാനായിട്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടുകളൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. പാൽക്കൊള്ളിയിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു 1/2 മുറി നാളികേരം ചെരുകി വെച്ചതാണ്. ഇത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. നാളികേരം ചെരുകിയ പാൽ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. കറിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പാൽ തന്നെ എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് എനിക്ക് വെട്ടിയേക്കണത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കണം. ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കാം.
കറക്റ്റ് അളവിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് വേവിക്കാൻ കൊള്ളി വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ വീണ്ടും ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. പാൽക്കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തയ്യാറാക്കാൻ പോണത് നാടൻ ചിക്കൻ കറിയാണ്. അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ സബോള ചേർത്ത് കൊടുക്കാം. സബോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിയൊക്കെ തയ്യാറായി വരുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഉപ്പ് ചേർത്തിട്ട് അതൊന്ന് വഴറ്റാം. ഇതൊരു ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, നടുകീറിയ 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ഇഞ്ചി ഉരക്കല്ലിൽ ചതച്ചിട്ട് വേണം ചേർക്കാൻ. മിക്സിയുടെ ജാറിൽ അരയ്ക്കരുത്, കല്ലിൽ ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇനി ചേർക്കുന്നത് വെളുത്തുള്ളി, കല്ലിൽ തന്നെ ചതച്ച വെളുത്തുള്ളി. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് നിൽക്കും. ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടി. എല്ലാം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാല. ഞാൻ വീട്ടിൽ മസാല പൊടിച്ച ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോണത് കുറച്ച് ഈസ്റ്റൻ്റെ ചിക്കൻ മസാല. കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഗരം മസാലയും ചിക്കൻ മസാലയും വേണം ഇതിൽ ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് 1 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർക്കാൻ പോകുന്നത്. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് ഈസ്റ്റൻ്റെ കാശ്മീരി
ചില്ലി ഇട്ട് കൊടുക്കാം. ഇത് കറിക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം അടച്ച് ഒരു പാത്രം കൊണ്ട് അടച്ച് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നല്ല വെള്ളമൊക്കെ നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയും, പെരിഞ്ജീരകം ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ചതച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് കിട്ടും. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. കറക്റ്റ് അളവിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്ന ശേഷം തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി. തീ ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങളത് തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞ് പോവും. ഇത് നാടൻ ചിക്കൻ കറിയുടെ സ്വാദിലാണ് ഇത് ഞാൻ തയ്യാറാക്കിയേക്കുന്നത്. ഇതുപോലെ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറിയിലേക്ക് കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ നാടൻ ചിക്കൻ കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയേക്കണത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റും പാൽക്കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാൽക്കപ്പയും ചിക്കനും ഇതുപോലെ മിക്സ് ചെയ്ത് നിങ്ങൾ കഴിച്ച് നോക്കണം. ഇതുപോലെ തന്നെ തയ്യാറാക്കണം. എന്നിട്ട് നിങ്ങൾ കഴിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്താം.